ഹലോ, ഇന്ന് നമ്മൾ പോകുന്നത് എവിടെയാണെന്നറിയോ? അബുചേട്ടന്റെ വീട്ടിലാണ്. ഞങ്ങളുടെ വലിയേട്ടന്റെ ഭാര്യയുടെ ചേച്ചിയുടെ വീട്ടിലാണ്, സുബി ചേച്ചിയുടെയും ഷാബുചേട്ടന്റെ വീടാണ് കേട്ടോ ഇത്. ഇവിടെ ഒരു ഫംഗ്ഷൻ നടക്കണം. ഒരു ഫംഗ്ഷൻ അല്ല, 2 ഫംഗ്ഷൻ നടക്കുന്നുണ്ട്. ഞങ്ങളുടെ ചേച്ചിയുടെ വളകാപ്പും ചേച്ചിയുടെയൊക്കെ അച്ഛൻ്റെ അമ്മയുടെ വെഡിങ് ആനിവേഴ്സറിയാണ്. ഒരു സർപ്രൈസ് വെഡിങ് ആനിവേഴ്സറിയാണ്. ഇവിടെ എല്ലാവരും വന്നിട്ടുണ്ട്, നമുക്ക് എല്ലാവരെയും കാണാം കേട്ടോ. വന്ന വഴി പിള്ളേരുകളൊക്കെ കളി തുടങ്ങിയത്. പാറുണ്ട്, വിവേകേട്ടൻ, അഞ്ചേട്ടൻ, അപ്പു, തത്ത, ഉണ്ട്, ചേച്ചി, പൊന്നു, സുഗച്ചൻ, സിബി, ചക്കുചേട്ടനുണ്ട്. പിന്നെ അമ്മച്ചി, ചിഞ്ചേച്ചി, ഇതെന്റെ അമ്മയാണ് കേട്ടോ. കുഞ്ഞാന്റി, രാഗി ആന്റി, ഷീലമ്മച്ചി. ചേച്ചിയാണ്. പിച്ചുടനും മാഡി മുത്തൊക്കെ അവിടെ കളിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ബിൽഡിംഗ് ഒക്കെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ. ഇത് ഷാബുചേട്ടന്റെ കസിൻസും മക്കളും അങ്ങനെ എല്ലാവരും കേട്ടോ. അതായത് ചേച്ചിയുടെ അമ്മയും സുബി ചേച്ചിയൊക്കെ അവിടെ ഇരിക്കുന്നത്. താങ്കളുടെ അനിയത്തിയാണ്. ഈ സന്തോഷത്തിന്റെ രാത്രിയിൽ നമ്മൾക്ക് ഈ ഒരു രാവ് നമ്മൾക്ക് എന്നും നമ്മുടെ ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു രാവായി മാറട്ടെ എന്ന് എല്ലാവരും സാക്ഷാൽ ജഗദീഷിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടി തുടങ്ങുകയാണ്. ആദ്യം തന്നെ നമ്മുടെ റോക്ക് ഓൺ ആ ഒരു സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു റോക്ക് ഓൺ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ചുട്ട കോഴിയുടെ മണവും അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ പരിപാടി നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ നമുക്ക് ഇതിനകത്ത് ആതിഥേയം നമുക്ക് ഇങ്ങനെ ഒരു വണ്ടർഫുൾ ഇവന്റ് സമ്മാനിച്ച, ഇങ്ങനൊരു സ്റ്റേജ് നമുക്ക് തന്ന, ഇങ്ങനൊരു അവസരം നമുക്ക് തന്ന ഇവിടുത്തെ നമ്മൾ ഓൾ ആൻഡ് സോൾ ചേട്ടനും എത്രയും പെട്ടെന്ന് സ്റ്റേജിലേക്ക് ഓടി വരൂ. ഇവിടെയാണ് സ്റ്റെപ്പ്, ഇവിടെ ഷാബുചേട്ടനും സുബി ചേച്ചി ഞങ്ങളുടെ ചേച്ചിയും ഹസ്ബൻഡും. എല്ലാ പരിപാടികളും തുടങ്ങുന്നതിന് മുന്നേ നമുക്ക് കാരണവന്മാരുടെ, അതായത് പാരന്റ്സിന്റെ ഒരു ആശീർവാദത്തോടു കൂടിയാണ് എല്ലാ കർമ്മങ്ങളും നമുക്ക് തുടങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ സ്നേഹം നിറഞ്ഞ രണ്ട് പാരന്റ്സിനെയും ചാച്ചനെയും അമ്മേനെയും ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ചാച്ചനും അമ്മയും സ്റ്റേജിലേക്ക് വരാം. ഇതേപോലത്തെ ഒരു മുതലിനെ ഉണ്ടാക്കി വെച്ച ഒരാളുണ്ട്, ഇതിന്റെ എല്ലാത്തിന്റെ ഒരു ഉപജ്ഞാതാവ്. ആ ഒരു മനുഷ്യനെയും കൂടിയും ആ വലിയൊരു ചേട്ടനെ കൂടിയും നാരായണ ചേട്ടനെ കൂടിയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സാരിയും കൊടുത്തൊരു സുന്ദരിയായിട്ട് നമ്മുടെ ഒരു വനിത ഈ കൂട്ടത്തിൽ ഇരിക്കുന്നുണ്ട്. അത് ആരാണെന്ന് നിങ്ങൾക്ക് അറിയാലോ. ഗ്രീഷു, പ്ലീസ് കം ടു ദ സ്റ്റേജ്. അതെ, ഗ്രീഷുവിന്റെ പിന്നാലെ ബന്ധം മെല്ലെ പ്ലീസ് കം ടു ദ സ്റ്റേജ്. അനു, നമ്മുടെ ഗ്രീഷുവിന്റെ പരിപാടി തുടങ്ങുന്നതിന് മുന്നേ ഒരു ചെറിയൊരു സർപ്രൈസ് ഉണ്ട്. അത് ഈ ഒരു November 7th ഒരു പ്രോഗ്രാം ഒക്കെ ഇങ്ങനെ മിസ് ചെയ്ത് പോയി, അതൊന്നും ആഘോഷിക്കാൻ പറ്റില്ല. അപ്പൊ അത് നമ്മളിവിടെ ആഘോഷിക്കാൻ പോവാണ്. നമ്മുടെ ചാച്ചന്റെയും അമ്മച്ചിന്റെയും വെഡിങ് ആനിവേഴ്സറി, 42nd വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പൊ അത് നമ്മളിപ്പോ ഇവിടെ സെലിബ്രേറ്റ് ചെയ്യാൻ പോവാണ്. ഇതാർക്കും അറിയത്തില്ല, ഒരു സർപ്രൈസ് ആണ്. എല്ലാവരും നല്ലൊരു കൈയടി പാസ്സാക്കേ. എല്ലാവരും അവർക്ക് നല്ലൊരു എല്ലാവരും നല്ല വിശ്വസ് അർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു പരിപാടിയിലേക്ക് കിടക്കാം. പോലത്തെ ഒരു കേക്കാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് ഇവിടെ. അവരുടെ 42nd വെഡിങ് ആനിവേഴ്സറി നമ്മളിവിടെ അടിച്ചു പൊളിച്ച് ആഘോഷിക്കാം. എല്ലാവരും ഒരു നല്ലൊരു കൈയോടുകൂടി കേൾക്കട്ടെയോ. അവർക്ക് എല്ലാവിധ ആശംസകളും എല്ലാ ദൈവാനുഗ്രഹങ്ങളും വരട്ടെ. ഇതേപോലെ 1000 പൂർണ്ണചന്ദ്രന്മാർ ഒരുമിച്ച് കാണാനുള്ള ദൈവത്തിന്റെ എല്ലാവിധ ആശംസകളും അവർക്ക് നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്
അപ്പൊ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ടതായ അച്ചായിയാണ് അമ്മയ്ക്കും അച്ഛനും പൊന്നാട അണിയിച്ചത്. പ്രായമൊന്നും ഒരു ബാധകമല്ല. നമ്മുടെ എല്ലാവരും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്നു അച്ചായി. അടുത്ത അജയ് മല്ലിച്ചിനെ ശീലവിജയം അജയ് മല്ലിച്ചിനെ ശീലവിജയ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. കേട്ടെ അടുത്ത ശുഭിച്ചേട്ടാ ആശംസകൾ അർപ്പിക്കാനായിട്ട് സ്റ്റേജിലേക്ക് വിളിക്കും. ശുഭിച്ചേട്ടന്റെ ഫാമിലി കൂടെ സ്റ്റേജിലേക്ക് വന്നേ പ്ലീസ്. ലക്ഷ്മി സോറി, ആ 2 ചിടിങ്ങളുണ്ട് കൂടെ. ഒരാളെ എത്തിയിട്ടില്ല, ബാക്കി 3 പേരും ഉണ്ട്. അതിൽ 2 പേരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഷെമ്മി കുഞ്ഞോൾ, കൂടെ അവരുടെ ഭർത്താക്കന്മാരും പിന്നെ അവരുടെ മക്കളും സുഗത്തൻ, റോബില്ല, പിന്നെ പിള്ളേരും. നിങ്ങൾ കയറി, ഞാൻ വരാം. ചേച്ചി കയറി, ചേച്ചി കയറിക്കോ, ചേച്ചി കയറിക്കോ. ഈ മൈക്ക് കൊണ്ട് അമ്മാനെ അടയാളാണ് ഈ തിന്നണേ. ചേച്ചീനെ ഇപ്പൊ ചെയ്യുമ്പോഴല്ല ചേച്ചീനെ ഇപ്പൊ ചെയ്യുമ്പോ എല്ലാവരുടെ കയ്യിലും മീൻ വേണം. മീൻ ആറും ചേച്ചീനെ. കഴിഞ്ഞിട്ട് കുങ്കുമിട്ട് കൊടുക്കാം. ഫോട്ടോഗ്രാഫേഴ്സ് അല്ലാതെ ബാക്കി എല്ലാവരും ഫ്രണ്ടിൽ നിന്ന് നീങ്ങിയിരിക്കൂ. കൈയടിക്ക്, ഇനി കുങ്കുമിട്ട് കൊടുക്ക്. നീ വളയിട്ട് കൊടുക്കാം ചേട്ടാ. വളയിട്ട് കൊടുക്കും ചേട്ടാ. 2 കയ്യിലും വളയിട്ട് കൊടുക്കാം. സ്വീറ്റ്സ് കഴിപ്പിക്കാം. ഫ്രണ്ടിൽ കയറി നിൽക്കരുത്, ബാക്കിലുള്ള ആൾക്കാർക്ക് കാണാൻ പറ്റണില്ല. ഗൈസ് മാറി നിൽക്കൂ, സൈഡിലേക്ക് മാറിക്കൂ. ചേട്ടാ ഇത് പറ്റിയ പാട്ടല്ല. നമ്മുടെ സൗണ്ട് ഓപ്പറേറ്റർ ചേട്ടനോട്
ഈ ഒരു ഒക്കേഷനെ പറ്റി പാട്ടല്ലത്. ഷാബു ചേട്ടൻ on the floor guys. ചേച്ചിനെ ചന്ദനത്തിന് കുളിപ്പിക്കുന്നതായിരിക്കും ഷാബു ചേട്ടൻ. ഈ മുന്നിൽ നിൽക്കുന്നവരൊന്ന് സൈഡിലേക്ക് മാറി നിന്നാൽ ബാക്കിലുള്ളവർക്ക് കാണാൻ പറ്റും. ഷാബു ചേട്ടാ ചെവിന്ന് വള എടുത്ത് മാറ്റിയിട്ട് ചെയ്യണതാണെങ്കിൽ സൂപ്പർ ആയിരിക്കും. ബാക്കിയുള്ളവർക്ക് കാണാൻ പറ്റില്ല. വെല്ലിച്ചന്റെ സാംസന്റെ ഡാൻസ് താഴെ നിന്ന് കളിക്കും. ആൾക്കാർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുള്ള ഗ്രീഷുവിന്റെ അടുത്ത് അമ്മമാരെല്ലാരും ചെല്ല്.
പങ്കൻ വള ഇടുക. പങ്കൻ എല്ലാരും ഗ്രീഷുവിനെ press ചെയ്ത് കഴിഞ്ഞോ? ഇനി ആരെങ്കിലും ബാക്കിയുണ്ടോ? ചേട്ടന്മാർക്കും ജയിപ്പിക്കാട്ടോ. ബിബിൻ ചേട്ടാ, കണ്ണൻ ചേട്ടാ, ബിബി. ഇനി നമുക്ക് അടുത്തൊരു സർപ്രൈസ് പരിപാടിയാണ്. അപ്പൊ എല്ലാരും അവരവരുടെ സ്റ്റേജിൽ കയറിയിരിക്കും, അല്ല സീറ്റിൽ കയറിയിരിക്കും. അപ്പൊ നമ്മളിവിടെ ചെയ്യാൻ പോണത് എന്താണെന്ന് വെച്ചാൽ കപ്പ് കേക്ക്സ് ഉണ്ട്. അപ്പൊ അത് ബാക്കിയുള്ളവരെ വിളിക്കാം. ഇല്ല പിന്നെ പിള്ളേർക്ക് കൊടുത്താൽ 2, 3, 4, 5 5 പേരുള്ള എത്ര പേരുണ്ട്? ഗേൾ ആണെന്നുള്ളത്. അഞ്ചെണ്ണം ഗ്രീഷൻ എത്ര പേര് ഗസ് ചെയ്യണു? 1, 2, 3, 4, 5, 6, 7 ഉള്ളൂ. ബോയ് ആണെന്നുള്ളത്. ബോയ്ക്കാണ് വോട്ട് കൂടുതല്. അപ്പൊ നമുക്ക് നോക്കാം. അഞ്ചെണ്ണം ഗ്രീഷൻ ചേച്ചി ഒരു കപ്പ് കേക്ക് ഉണ്ട്. ആ കപ്പ് കേക്ക് ഇങ്ങനെ കാണിക്കും, അവർ കഴിക്കും. അന്നത്തെ അകത്ത് ഏത് കളറാണോ അത് ബ്ലൂ ആണെങ്കിൽ ബോയ്, പിങ്ക് ആണെങ്കിൽ അത് ഗേൾ ആയിരിക്കും. അഞ്ചെണ്ണം ഗ്രീഷൻ ചേച്ചി പ്ലീസ്. ആദ്യം കൂടി ആദ്യം കാണിച്ചു കൊടുക്കണം. ആ സൂര്യൻ പറയണു അത് ബോയ് ആണെന്ന്. എല്ലാവരും സീറ്റിൽ കയറിയിരിക്കും. സ്റ്റാർട്ട് ചെയ്തോ. നിങ്ങൾ 3 പേരും ഓരോ കപ്പ് ചെയ്ത് പിടിക്കാം. എല്ലാത്തിലും ഒരു കളറായിരിക്കോ? എല്ലാത്തിലും ഒരു കളറായിരിക്കോ? അത് കടിച്ച അകത്ത് ഏത് ക്രീമാണുള്ളത് അത് കാണിച്ചു കൊടുക്കാം. And it's a boy! It's a boy! ആദ്യക്കുട്ടനെ ഒരു അനിയൻ ഭാവിയാണ് ഉണ്ടാവാൻ പോണത്. അച്ഛന്റെ കൊച്ചിന് പേരിട്ടുണ്ട്, അത് പക്ഷേ അറിയില്ല. അത് അടുത്ത സെറമണി ഉണ്ടാവുന്നതായിരിക്കും. പാട്ടുമായിട്ട് തകർക്കാൻ നമ്മുടെ ചേട്ടയുടെ വെയിറ്റിംഗ് ആണ് കുറെ നേരമായിട്ട്. അപ്പൊ നമ്മുടെ ദിജൻ ചേട്ടനെ നമ്മള് ചേട്ടാ ഈ ഫുൾ പരിപാടി ചേട്ടൻ കളറാക്കിക്കൊള്ളണം. പോരെ പോരെ.
Thank you.